നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാർ വിശദമായി മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രൊഫസറുമായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, എം.എ. അബ്ദുൽ ഹക്കീം എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരാണ് ചുമതല വഹിക്കുന്നത്. ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് പൊതു താൽപര്യ ഹർജിയിലെ ആക്ഷേപം. ഗവർണറെ കുറ്റപ്പെടുത്തിയാണ് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത്. സർവകലാശാല നിയമങ്ങളിൽ നിയമസഭ ഭേദഗതി വരുത്തിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഭേദഗതി അനുസരിച്ച് എക്സ് ഒഫീഷ്യ ചാൻസലറായ ഗവർണർ ആവില്ല പുതിയ ചാൻസലർ. വൈസ് ചാൻസലർമാരുടെ നിയമന അധികാരം ഗവർണറിൽ നിന്ന് എടുത്തു കളയുന്നതാണ് നിയമ ഭേദഗതി. എന്നാൽ നിയമ ഭേദഗതിക്ക് അംഗീകാരമായിട്ടില്ല. ഇതുകൊണ്ടാണ് തീരുമാനം വൈകുന്നതെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ മറുപടി.